ഇപ്പം മിക്ക ആളുകളും ഗ്ലൂട്ടാത്തോൺ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയേൻ്റെ അതിപ്രസരം കാരണം ആളുകളെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയാം, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡ്രഗാണ്. ഒരു ഡെയിലി ഡോസ് ഓഫ് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ ഓറലി പോകുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇത് വെറും വെളുക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായം. ലിവറിന് വളരെ മോശമാണ്. ലിവറിന് ആക്ച്വലി ഏറ്റവും നല്ലതാണ് ഗ്ലൂട്ടാത്തയോൺ. ഒരു പരസ്യം കണ്ടിരുന്നു, ഗ്ലൂട്ടാത്തയോൺ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് മോശമാണ്, ലിവറിന് മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എത്തിക്കലി നമ്മുടെ സ്കിന്നിനെ, നമ്മളെ ബോഡീനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഫുഡ് അല്ലെങ്കിൽ 5 സപ്ലിമെന്റ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും നിർബന്ധമായിട്ടും വേണ്ടത് അവോക്കാഡോ. ഇരുന്നിട്ട് ഒരു 100 എണ്ണം തിന്നാനല്ല, ഇരുന്ന് സിനിമ കാണുമ്പോൾ തിന്നാനല്ല ഞാൻ പറയുന്നത്. അവരുടെ ഖുറാനിൽ ഒരുപാട് നല്ല നല്ല ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ വൈറ്റമിൻ ഡി നമ്മൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. മോയ്സ്ചറൈസർ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. ഒമേഗ 3 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. മെഗ്നീഷ്യം, ഈത്തപ്പഴം വളരെയധികം അയൺ കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ്. നമ്മളുടെ ബ്ലഡ് ഇപ്പം ലോകം മൊത്തം മുരിങ്ങാച്ചപ്പിന്റെ ബാക്കിലാണ് പൗഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ വീട്ടിന്റെ അമ്മ ഇത് ഉണ്ടാക്കി തരുമ്പോ നമ്മള് അതാണ്. സോ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുത്തോ, നിങ്ങൾ ചെറുപ്പാവും, നിങ്ങൾ സുന്ദരനാവും, സുന്ദരിയാവും, നോ ഡൗട്ട്. എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ പേഴ്സണലി? എനിക്കോ? ഇപ്പം മിക്ക ആളുകളും ഗ്ലൂട്ടാത്തോൺ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയേൻ്റെ അതിപ്രസരം കാരണം ഗ്ലൂട്ടാത്തോണിനെ മാർക്കറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഇവർ യൂസ് ചെയ്യണമെന്നില്ല, ഇവർ യൂസ് ചെയ്യുന്ന പോലെ മിമിക് ചെയ്തിട്ട് ആളുകളെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലൂട്ടാത്തോൺ എന്ന് പറഞ്ഞിട്ട് ഞാനിടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിനിപ്പോൾ ഗ്ലൂട്ടാത്തോൺ എടുത്തു കഴിഞ്ഞാൽ, കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എടുത്തിട്ട് അവർ പറയുന്നു നല്ലതാണ്, പക്ഷേ ഇത് പെർ ഇഞ്ചക്ഷൻ എത്രയോ 2000-3000 റുപ്പീസ് ഇങ്ങനെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മാസത്തിൽ ഇങ്ങനെ ഇത്ര ഇഞ്ചക്ഷൻസ് എടുക്കണം, പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ വീണ്ടും നമ്മുടെ കളർ പിഗ്മെൻറ്റേഷൻ കൂടാൻ തുടങ്ങും, ആ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഗ്ലൂട്ടാത്തോൺ യൂസ് ചെയ്യുന്നത് നല്ലതാണോ അല്ല ഡേഞ്ചറസ് ആണോ? ഗ്ലൂട്ടാത്തയോൺ ഇപ്പോൾ ഒട്ടുമിക്കവർക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഡ്രിവൺ ആണ്. ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് ഡ്രിവൺ ആണ് കൂടുതലും. ഞാൻ പറയാം, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡ്രഗാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഈ ഗ്ലൂട്ടാത്തയോൺ IV എന്നും വന്ന് എടുക്കണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഒട്ടുമിക്കവരും പറയുന്നു, യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ IV ആണ് നല്ലത് എന്നുള്ളത്. സോ ആക്ച്വലി നമ്മളുടെ ഒരു ബോഡി വെയിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഞാനൊരു 75 കിലോ ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ 74 കിലോ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ഡോസ് ഓഫ് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ ഓറലി പോകുന്നത് വളരെ നല്ലതാണ്. അതിനെ കൊണ്ട് നമുക്ക് ഒരു തരത്തിലെ സൈഡ് എഫക്ട്സും വരാനൊന്നും പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ഇറ്റ് അത് ബ്രേക്ക് ചെയ്യാം. നമ്മളൊരു 2-3 മാസം എടുക്കുന്നു, നമുക്ക് ബ്രേക്ക് ചെയ്യാം. പിന്നെ വീണ്ടും വേണമെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇഞ്ചക്ഷൻസ് അല്ല, നമുക്ക് ഓറലി മെഡിസിൻസ് കഴിക്കാം. കാരണം നമ്മുടെ ബോഡി വെയിറ്റിന് എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഓറലി കഴിക്കാം. ഓറലി കഴിച്ചിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോൺ കൊടുക്കാം. ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ. അതായത് 1200 മില്ലിഗ്രാം, 2000 മില്ലിഗ്രാം, 3000 മില്ലിഗ്രാം എന്നൊക്കെ പറയുന്നത്. സോ ഒരു കോക്ടെയിൽ ആയിട്ട് ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ വരുന്നുണ്ട്. അതായത് അതിൽ ഒരുപാട് ഗ്ലൂട്ടാത്തയോണിൻ്റെ കണ്ടൻസ് ഉണ്ടാവും, മൾട്ടി വൈറ്റമിൻസ് ഉണ്ടാവും, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവും, ഇതൊക്കെ ഉള്ള ഒരു കോക്ടെയിൽസ് ഉണ്ടാവും. ഈ കോക്ടെയിൽസ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഒരു ഹെൽത്തിന് ബെസ്റ്റ് ആണ്. അത് ആക്ച്വലി ഡീടോക്സിഫിക്കേഷൻ ആണ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം ടോക്സിൻസിനൊക്കെ കളഞ്ഞിട്ട് ഒരു റിജുവിനേറ്റിംഗ് ഹെൽപ്പിന് ഈ പറയുന്ന കോക്ടെയിൽസ് നല്ലതാണ്. പക്ഷേ ഇത് വെറും വെളുക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായമില്ല. ഗ്ലൂട്ടാത്തയോൺ ഒരിക്കലും ഒരു വെളുക്കണം എന്ന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ? ഇതാണ് ഒന്ന്, ഇറ്റ്സ് എ സൂപ്പർ ആന്റി ഓക്സിഡന്റ്. നമ്മുടെ ശരീരത്തിനെ ഒന്ന് നന്നാക്കാൻ, നമ്മൾ ഒരു എനർജി കൂടാൻ, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സൗന്ദര്യം കൂടും. കാരണം നമ്മുടെ ശരീരത്തിൽ നല്ല വളം കയറുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നന്നാവുമല്ലോ. ചെടിക്ക് വളമിടുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ വരുമ്പോഴെന്താവും, നമ്മുടെ ഷെയ്ഡ് മാറുന്ന എന്തുകൊണ്ടാണ്, നല്ല സാധനം ശരീരത്തിൽ കയറി. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നന്നായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുറച്ച് നിറം വെക്കാൻ തുടങ്ങും. വെളുക്കാൻ മാത്രമല്ല, നമ്മളുടെ എനർജി ലെവൽ കൂടും, നമ്മുടെ പെർഫോമൻസ് ലെവൽ കൂടും, നമ്മളുടെ ഏജിങ്
ഏജിങ്ങിനെ വളരെയധികം സ്ലോ ചെയ്യും. നമ്മളുടെ ഈ പറയും ലിവറിന് വളരെ മോശമാണ്. ലിവറിന് ആക്ച്വലി ഏറ്റവും നല്ലതാണ് ഗ്ലൂട്ടാത്തയോൺ. ഒരു പരസ്യം കണ്ടിരുന്നു, ഗ്ലൂട്ടാത്തയോൺ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് മോശമാണ്, ലിവറിന് മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. എത്തിക്കലി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ പോവാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പറയുന്ന ഗ്ലൂട്ടാത്തയോൺ. പക്ഷേ അതിന് ഒരു 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 തോട്ട് പ്രോസസ്സിൽ പോരുത്. ഞാൻ ഇത്ര ഗ്ലൂട്ടാത്തയോൺ എടുത്താൽ ഞാൻ വെളുക്കും എന്നുള്ള രീതിയിൽ വരരുത്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ്. അതിൻ്റെതായ ഗുണങ്ങൾ അതിനുണ്ട്. അതിന് എത്തിക്കലി, അതായത് വളരെ ജെന്യൂൻ ആയിട്ട് ഒരു ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിൽ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ഭുതമാണ്. പിന്നെ വേണമെങ്കിൽ സൂര്യക്ക് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത്. ഒരു വ്യക്തി, ഈ ഒരു നോർമൽ വ്യക്തി കഴിക്കേണ്ട 5 സപ്ലിമെന്റ്സ് വേണമെങ്കിൽ ഞാൻ അതിനൊരു ഉത്തരം തരാം. ചോദിച്ചോ. അല്ലേ, ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് തന്നെയാണോ നമ്മൾ ഈ ഓറലി നമ്മൾ മെഡിസിൻസ് ആയി കഴിക്കുമ്പോൾ? ഓറലി കഴിക്കുന്നത് ഭയങ്കര റീസണബിൾ ആയിരിക്കും. പക്ഷേ ഗ്ലൂട്ടാത്തയോൺ ഇപ്പം ഞാൻ പറയാം, നോർമലി ഒരു ഗ്ലൂട്ടാത്തയോൺ ഇപ്പം 3 രീതിയിലാണുള്ളത്. ഞാൻ പറയാം 1200, 2000, 3000 മില്ലിഗ്രാം എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു പല ക്ലിനിക്സിലും പല റേഞ്ചാണ്. സോ ഒരു ആവറേജ് 4000 അല്ലെങ്കിൽ 3000, 4000, 6000, 8000 വരെയൊക്കെ ഉണ്ട് IV. ഒരു ടാബ്ലറ്റ്സ് ആണെങ്കിൽ, ഓറലി ടാബ്ലറ്റ്സ് കഴിക്കുന്നതാണെങ്കിൽ ഒരു 1000 മുതൽ 3000 രൂപ വരെയുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. 3000, 4000 രൂപ വരെ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇത് ഒരു മാസത്തേക്കാണ്. അതെങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ, നമ്മളെ ബോഡീനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഫുഡ് അല്ലെങ്കിൽ 5 സപ്ലിമെന്റ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർ വരുണിന്റെ ഉത്തരം? 5 ഫുഡാണ് എന്നുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും നിർബന്ധമായിട്ടും വേണ്ടത് അവോക്കാഡോ. ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ടാ, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സെക്കൻഡ് തിങ്, കളേർഡ് ഫ്രൂട്ട്സ്. ഓറഞ്ച് ഒരു കളറാണ്, ആപ്പിൾ ഒരു കളറാണ്, മുന്തിരിങ്ങ ഒരു കളറാണ്. കളേർഡ് ഫ്രൂട്ട്സ്, ബിക്കോസ് അതിലെ സിട്രസ്, വൈറ്റമിൻ സി വളരെ നല്ലതാണ്. അവോക്കാഡോ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഡ്രൈ ഫ്രൂട്ട്സ്, നിനക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സൗന്ദര്യം വേണോ, നിർബന്ധമായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം. അത് ഈത്തപ്പഴമാവട്ടെ, അണ്ടിപ്പരിപ്പായിക്കോട്ടെ, എല്ലാം, വാൽനട്ട്സ്, ബദാം, ഇതൊക്കെ ഒരു മിനിമൽ ക്വാണ്ടിറ്റി. ഇരുന്നിട്ട് ഒരു 100 എണ്ണം തിന്നാനല്ല, ഇരുന്ന് സിനിമ കാണുമ്പോൾ തിന്നാനല്ല ഞാൻ പറയുന്നത്. ഒരു 2-3 എണ്ണം, ഒരു 2 ഈത്തപ്പഴം, 2 വാൽനട്ട്, 2 ബദാം, ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നു നിങ്ങൾക്ക് വെക്കാൻ പോകുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒന്ന്. രണ്ടാമത്, ഹെയർ ഫോൾ ഡെഫിനറ്റ്ലി അങ്ങോട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ ഖുറാനിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഖുറാനിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫുഡ്, അതായത് കഴിക്കണം എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അത്തിപ്പഴം. അത്തിപ്പഴം എന്ന് പറയുന്നത് അതിൻ്റെ മെഡിസിനൽ വാല്യൂ, അതിൻ്റെ ഭംഗിക്കുള്ളൊരു വാല്യൂ, അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഖുറാനിൽ ഒരുപാട് നല്ല നല്ല ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി മാജിക്. ഭയങ്കര റിസൾട്ടാണ്. നമ്മളുടെ എല്ലാവരും നമ്മൾ വിചാരിക്കും നമ്മളുടെ വേദപുസ്തകങ്ങൾ, നമ്മൾ പുരാണങ്ങൾ പറയുന്നൊക്കെ ഒരുപാട് ഫാക്ട്സ് ഉണ്ട് അതിലെ. ഒലീവിനെ കുറിച്ച് ഖുറാനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒലീവ് ഇസ് റിയലി ഗുഡ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ്. നമ്മുടെ ബോഡിയുടെ ഹെൽത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഒലീവ് കായ്, നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന ഗുവ, പേരക്ക നല്ലതാണ്. സോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് പറയണ്ട, നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് കിട്ടും ഏതാണ് വേണ്ടതെന്ന്. പിന്നെ ഒരു സപ്ലിമെന്റ്സ് എടുക്കുകയാണ്, ഒരു വ്യക്തി നോർമലി യൂസ് ചെയ്യേണ്ട സപ്ലിമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും വൈറ്റമിൻ ഡി പൊതുവെ നമുക്ക് എല്ലാവർക്കും കുറവാണ് ഗ്ലോബലി. ഇപ്പം നിങ്ങൾ ഒട്ടുമിക്ക ഒരു എന്താ പറയുക, ഒരു പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ 100% ആൾക്കാർക്കും വൈറ്റമിൻ ഡി വളരെ കുറവാണ്. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ വൈറ്റമിൻ ഡി നമ്മൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. omega-3 ഫിഷ് ഓയിൽ വളരെ നല്ലതാണ്. ഇതൊന്നും ഒരു നിർബന്ധമാണെന്നല്ല ഞാൻ പറയുന്നത്, ഉപയോഗിച്ചാൽ വളരെ നല്ല. omega-3യുടെ ഗുണങ്ങൾ എന്താണ്? അത് നമ്മൾ ഹൃദയാരോഗ്യത്തിന്, നമ്മുടെ ബ്രെയിൻ ഹെൽത്ത്, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ശരീരത്തിൻ്റെ മോയ്സ്ചറൈസിന്, ഇതിനൊക്കെ വളരെ നല്ലതാണ് omega-3 എന്നുള്ളത്. മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മൾട്ടി വൈറ്റമിൻസ് ലിങ്ക്. അതായത് നമ്മൾക്ക് മൾട്ടി വൈറ്റമിൻസ്, അതായത് ഒരു ആവശ്യം എല്ലാ അയേൺ, സിങ്ക്, മെഗ്നീഷ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ട്രെസ്, ഇപ്പം പറഞ്ഞു എനിക്ക് ഉറക്കക്കുറവുണ്ട്, ഉറക്കം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഉറക്കം വേണോ, മെഗ്നീഷ്യം കഴിച്ചാൽ മതി. അർജുൻ അശോകൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് നല്ല ഉറക്കം വന്നത്, കാരണം ഞാൻ മെഗ്നീഷ്യം കുടിക്കാൻ തുടങ്ങി. സത്യമാണ്. മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ അത് കഴിച്ചാൽ എന്തായാലും ഉറക്കം വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളുടെ ഉറക്കത്തിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. സിങ്കിൻ്റെ ഒരു വളരെയധികം അറിയാത്തൊരു ഗുണമാണ്. സിങ്ക് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ കാലിനൊക്കെ മുറിവ് വിണ്ട് കീറുന്നില്ല, അത് കുറയാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സിങ്ക് ആൻഡ് മെഗ്നീഷ്യം ഭയങ്കര നല്ലതാണ്.
അപ്പം ഇങ്ങനെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. സോ അയൺ കണ്ടന്റ് ഉള്ളത് ഈ ഈത്തപ്പഴം വളരെയധികം അയൺ കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ്. നമ്മളുടെ ബ്ലഡ് വാല്യൂസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനം. നമ്മളുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച മുരിങ്ങാച്ചപ്പ് എന്ന് പറയുന്നത് അബണ്ടൻസ് ഓഫ് അയൺ ആണ്. ഏറ്റവും നല്ല സാധനം. ഇപ്പം ലോകം മൊത്തം മുരിങ്ങാച്ചപ്പിന്റെ ബാക്കിലാണ് പൗഡേഴ്സ്. മുരിങ്ങ പൗഡർ, മുരിങ്ക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്ലോബലി ലോകം മൊത്തം ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പണ്ട് നമ്മളെ വീട്ടിന്റെ അമ്മ ഇത് ഉണ്ടാക്കി തരുമ്പോ നമ്മള് അതാണ് മുരിങ്ക ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള, ട്രെൻഡിങ് എന്നല്ല, സി ദ വേൾഡ് ഇസ് സീയിങ് ദ റിസൾട്ട്. അവർ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാണ് മുരിങ്ക ഇസ് റിയലി ഗുഡ്. നമ്മളെ പൂർവികന്മാർ പണ്ടേ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് മുരിങ്ക നല്ലതാണ് എന്നുള്ളത്. സോ ഇതൊക്കെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിൽ പോകുന്നതാണ്. ധാന്യങ്ങൾ വളരെയധികം വേണം. പയർവർഗ്ഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റ് നല്ലതാണ്. നമ്മൾ മലയാളികൾക്ക് ഇല്ലാത്തത് എന്താണ്? മലയാളികൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ്. മലയാളികൾ മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യക്കാർ എടുക്കുകയാണെങ്കിൽ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോങ് ടേം നമുക്ക് ചെറുപ്പം വേണോ, നമ്മളെ ലോങ് ടേം നമ്മുടെ സ്കിൻ നന്നാവണോ, നമുക്ക് നല്ല സൗന്ദര്യം വേണോ, നമ്മൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റിലോട്ട് പോകണം. പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാംസം കഴിക്കണം, നല്ല രീതിയിൽ മുട്ട കഴിക്കണം, നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ഈ ധാന്യങ്ങൾ കഴിക്കണം, പയർവർഗ്ഗങ്ങൾ നല്ല രീതിയിൽ കഴിക്കണം. സോ അബണ്ടൻസ് ഓഫ് പ്രോട്ടീൻസ്. സോ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുത്തോ, നിങ്ങൾ ചെറുപ്പാവും, നിങ്ങൾ സുന്ദരിയാവും, നോ ഡൗട്ട്. ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ സീക്രട്ട് അതാണോ, പ്രോട്ടീൻ റിച്ച്? ഞാൻ വളരെയധികം പ്രോട്ടീൻ റിച്ച് ഡയറ്റിലാണ് കയറുന്നത്. പിന്നെ ഞാൻ ഒരുപാട് നട്ട്സും ഇതൊക്കെ കഴിക്കും. എനിക്ക് സൗന്ദര്യമൊന്നുമില്ലേ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ നിങ്ങൾ കളിയാക്കരുത്. പക്ഷേ എൻ്റെ 30കളിലും കാട്ടി എനിക്ക് സൗന്ദര്യം എൻ്റെ 40കളിലുണ്ട്. അതെനിക്ക് പറയാം. അത് എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. നല്ല ലൈഫ് സ്റ്റൈൽ, നല്ലോണം ഞാൻ വർക്കൗട്ട് ചെയ്യും, ജിമ്മ് നല്ല രീതിയിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, പിന്നെ ബാലൻസ്ഡ് ഫുഡാണ്. ഗ്ലൂട്ടാത്തയോൺ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ചില സമയം പെട്ടെന്ന് തന്നെ ഗ്ലൂട്ടാത്തയോൺ എൻ്റെ ഒരു ഡെയിലി റൂട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഫേസ് സർജറീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, മാക്സിലോഫേഷ്യൽ സർജൻ ആണ്. എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ പേഴ്സണലി? എനിക്കോ? ഞാൻ എന്താ വെച്ചാല് ആനച്ചെവി എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്. ആനച്ചെവി, ഈ ആനച്ചെവി സർജറിയെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോപ്പുലറൈസ് ചെയ്ത വ്യക്തി ഞാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ഞാൻ വളരെയധികം എൻ്റെ ഈ ആനച്ചെവി സർജറീസ് വളരെയധികം ആക്സെപ്റ്റഡ്. അതിൻ്റെ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. സോ എനിക്കൊരു ചെവി ആനച്ചെവിയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും സർജറി ചെയ്യാൻ എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ എൻ്റെ ചെവി നോക്കും. അപ്പോൾ അവരൊക്കെ നോട്ട് എൻ്റെ ചെവിയിലാണ് വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അതിൽ കോൺഫിഡൻസ് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നമ്പർ ഓഫ് സർജറീസ് കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ജൂനിയർ ഡോക്ടറോട് പറഞ്ഞു, നീ ചെയ്യടാ എൻ്റെ ഈ സർജറി. എനിക്ക് ആക്ച്വലി ഇവിടെ ഒരു മടക്ക് കുറവായിരുന്നു, ആൻറ്റി ഹെലിക്കൽ ഫോൾഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു സർജറി ചെയ്തത് എൻ്റെ ഒരു ആനച്ചെവിയുടെ ഒരു സർജറി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നോട് നീ സൂര്യ ചോദിക്കുകയാണ്, ഡോക്ടറെ ഇനി എന്തെങ്കിലും സർജറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ പ്രായം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരെടുത്ത് പോകുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ സർജറി നിർബന്ധമായിട്ട് ഞാൻ ഡോക്ടർക്ക് സ്വന്തമായിട്ട് സർജറി ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് എൻ്റെ കണ്ണിനോട്ട് കുത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നല്ലൊരു, എനിക്ക് അറിയില്ല, ഇപ്പം നിങ്ങൾക്കൊക്കെ എന്നെ കാണാനുണ്ട്, അപ്പോൾ എനിക്ക് ആര് എന്നുള്ള ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് എൻ്റെ കണ്ണ് നല്ല പ്രായം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിർബന്ധമായിട്ട് എൻ്റെ കണ്ണിൻ്റെ ബ്ലെഫറോപ്ലാസ്റ്റി സർജറി ആദ്യം ചെയ്യും. പിന്നെ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്ത് മുഖം വലിയ പ്രായമൊന്നും വന്നില്ല, ഇങ്ങനെ തന്നെ പോകും.